ഈ ഓണം കൂളായാൽ പോരാ, സൂപ്പർ കൂൾ ആവണം. ഏറ്റവും മികച്ച AC ബ്രാൻഡുകളുടെ കൂൾ കളക്ഷൻ, ബ്രാൻഡ് ഓഫറുകൾ, സൂപ്പർ EMI ഓപ്ഷനുകൾ, പിന്നെ മൈജിയുടെ സൂപ്പർ കൂൾ ഓഫറുകളും. ഒപ്പം 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. മൈജി ഓണം മാസോണം. എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഞാൻ പരസ്യമല്ല ചെയ്തത്. അദ്നാൻ സാമി എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ ഇന്ത്യയിൽ വരികയും പുള്ളി ഒരു പാട്ട് ചെയ്തിരുന്നു. മാഗ്ന സൗണ്ട് അങ്ങനെ ട്രെൻഡ്സിൽ വന്നപ്പോൾ എനിക്ക് പറഞ്ഞു, നീ എന്നാ പാട്ട് ചെയ്തോളാം. അങ്ങനെ ഭീഗി ഭീഗി രാത്ത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സോങ് ഒരു ദിവസം കൊണ്ടാണ്. അതിൻ്റെ അകത്ത് മഴയുണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റ്. അതാണ് എനിക്ക് തോന്നുന്നത് തുടക്കം. ടെലിവിഷൻ ഒരു വലിയ മീഡിയമാണ്. കാര്യം അത്രമാത്രം റീച്ചുള്ള, അന്നും ഇപ്പോഴും ഞാൻ പറയട്ടെ, അത്രയും റീച്ചുള്ള വേറെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എന്തോരം സ്പെൻഡ് ചെയ്യുന്നറിയാമോ? ഒരു ടെലിവിഷനിൽ നിന്നൊരു പ്രൈം പ്രോഗ്രാം നടക്കുമ്പോൾ എന്തോരം ബഡ്ജറ്റാണ് അതിൽ പോകുന്നത്. കാര്യം ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള വേറെ IPL നടക്കുന്നില്ല, വേറെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ പീക്ക് ടൈമിൽ പീക്ക് അവറിൽ കൊണ്ടിടുന്നതിൻ്റെ എഫക്റ്റ് ഗ്രാഫിൽ നമുക്ക് ആ ബ്രാൻഡിൻ്റെ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവും. ലോങ് ഫോമായിട്ട് മാത്രം സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഞാൻ അറിയാതെ ടൈം ഫില്ല് ചെയ്യാൻ പോയിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് അഡ്വർടൈസിങ്ങിൽ ഇത്രയും വർഷം നിന്ന ഒരാളാണ്. ഹർ ഘർ കുച്ച് കേത്താ ഹൈ പീയൂഷിന്റെ ലൈനാണ് ഏഷ്യൻ പെയിന്റ്സ്. അതിനകത്ത് ഫിലിമൊന്നും ആ ലൈൻ മതി, നമുക്കത് മതി. ഞാൻ ഒരു സിനിമ ഉണ്ടാക്കാം. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്യും. പക്ഷെ എനിക്കിതിൻ്റെ ക്രിയേറ്റീവ് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ ഇതൊക്കെ മാറ്റും. എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ മാറ്റും, വളയ്ക്കും, ഒടിക്കും. ചിലത് ലൈൻ മാറും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് റൈറ്ററുമായിട്ട് സംസാരിക്കാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ അതൊരു പറ്റില്ലെന്ന് തോന്നി. ഞാൻ എൻ്റെ മനസ്സിൽ ഹൊറിസോണ്ടലാക്കും പോലെ ആരോ കഷ്ടപ്പെട്ട് കിട്ടിയിരിക്കുന്ന സിനിമയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ. ഒരു ക്യാമറ വഴി നമ്മൾ കഥ പറയുക എന്ന് പറയുന്ന ഏത് ഫോർമാറ്റിലാണെങ്കിലും ആ ഫ്രെയിമിനുള്ളിലെ കാര്യങ്ങളല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ചിന്ത മുഴുവൻ വേർട്ടിക്കലാവുന്നതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. ഒരു ക്രിക്കറ്റ് മാച്ച് ഒരു വലിയൊരു ബാറിലോ അല്ലെങ്കിൽ ഒരു സ്പേസിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യായിരിക്കും. നമ്മൾ താഴെ വന്ന് 1-2 ഫ്രണ്ട്സ് ഉണ്ടാവും. ഫുൾ ലാർജ് ക്രൗഡിൻ്റെ ഇടയിൽ എല്ലാ 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ചെയ്ത ഫിലിമിൻ്റെ പാട്ട് ക്രിക്കറ്റിനെക്കാട്ടിലും ആ സോങ് അല്ലെങ്കിൽ അതിലെ മെലഡി ആ ബാറിലിരിക്കുന്ന അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ലൗഡായിട്ട് പാടുന്ന ഒരു മനുഷ്യനറിയില്ല. ഞാൻ എന്ന് പറയുന്ന അവസ്ഥ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാനത് കുറേ നാൾ ആസ്വദിച്ചു. ലാൻഡിങ് ലൈൻ നമ്മൾ വന്ന് അവസാനം ഹാപ്പി ടു ഹെൽപ്പ് എന്ന് പറയുന്നൊരു ലാൻഡിങ് ലൈൻ, അതിനൊരു പോസിറ്റിവിറ്റി. ഓരോ സമയത്തും ഫിലിം തുടങ്ങുമ്പോൾ എന്താ സമയം ഓ ഗോഡ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്നിട്ട് ഓ മാൻ ആൻഡ് ദെൻ ഒരു ഹൈയിൽ വന്നിട്ട് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യുക. ആ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് താങ്ക് യു മോം എന്ന് പറഞ്ഞിട്ട് സാധനം വരും. അപ്പം ബ്രാൻഡിങ് വരും, കാണാൻ തോന്നുന്നു, അയക്കുന്നു എന്നൊക്കെ പറയുന്ന സിനിമ പോലെയാണ് സത്യത്തിൽ. നിങ്ങൾ ആദ്യം ചെയ്ത ഏറ്റവും ഫസ്റ്റിൽ ചെയ്ത കൊമേഴ്സ്യൽ ആഡ് ആയതാ? ഏറ്റവും ആദ്യം ചെയ്തോ? ഏറ്റവും ആദ്യം ചെയ്ത അതൊക്കെ കഥകൾ. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഫസ്റ്റ് ഈ പറയുന്ന ആ സമയത്തൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അന്ന് ട്രെൻഡ്സ് ആഡ് ഫിലിംസിലാണ്. അന്ന് അവിടെ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സിനിമയുടെ ഇടയിലെ ഗ്യാപ്പുകൾ നമ്മൾ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ കഴിയുമ്പോഴത്തേക്കും അടുത്ത സിനിമ തുടങ്ങാൻ 1.5 വർഷം എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ യങ്ങുമാണ്. അങ്ങനെയാണ് സിനിമയുടെ ഒരു പാറ്റേൺ. എസ്പെഷ്യലി ലൂയിസ് സാറിൻ്റെ കൂടെ അടുത്ത് എനിക്ക് വന്ന അരയന്നങ്ങളുടെ വീടം കണ്ടായിരുന്നു. അപ്പം അത് തുടങ്ങാൻ ഇനി 1.5 വർഷം എടുക്കുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പ്രായത്തിൽ നമ്മൾ വെറുതെ അങ്ങനെ ബോറാവും, എന്തെങ്കിലും പണിയും ചെയ്യേണ്ട. ആ സമയത്ത് എത്ര വയസ്സുണ്ടാവും? 21 ഇറങ്ങി, 25, 26. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പ് വരും എന്ന് ഞാൻ വിചാരിച്ചു. കാര്യം ആ സമയത്തൊക്കെ ചില സമയങ്ങളിലൊക്കെ ചില കണക്ഷൻസ് വഴിയൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ ഫിലിംസും ചില ഇൻട്രസ്റ്റിംഗ് ഇന്ത്യൻ അഡ്വർടൈസിംഗ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള പരിപാടിയല്ലേ ഈ പറയുന്ന. ഇത്ര സമയം കൊണ്ട് ഇമോഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് കൊണ്ടുവന്ന് വളരെ കുറച്ച് കമേഴ്ഷ്യൽസ് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഒന്നില്ലെങ്കിൽ വളരെ ലൗഡായിട്ട് കുറേ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സക്സസ്ഫുൾ ആകുന്ന
ചില ഫിലിമുകൾ തന്നെ ശരിക്കും ഇതിങ്ങനെ സിനിമേനെക്കാട്ടിലും പവർ ഉണ്ട് ചില ഫിലിമിന്. അതിന് കോമ്പോസിഷൻ്റെ സ്റ്റൈലിനൊരു എസ്പെഷ്യലി ചില കമേഴ്ഷ്യൽസ്, ഇൻ്റർനാഷണൽ കമേഴ്ഷ്യൽസൊക്കെ നമുക്ക് കാണാൻ സാധിച്ച ചില ഫിലിംസൊക്കെ അതിന് സിനിമേനെക്കാട്ടിലും പവർ ഉണ്ട്. അതായത് 4-5 ദിവസമായിട്ട് എനിക്ക് ക്യാരക്ടേഴ്സിനെ മറക്കാൻ പറ്റുന്നില്ല. അതിനുള്ളിൽ പെട്ടുപോകും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു സ്പേസിലെന്ന് വെച്ചാൽ ആരാണ് ഇനി അഡ്വർടൈസിങ്ങിൽ ഇപ്പോൾ അടുത്ത സിനിമ തുടങ്ങുന്നതെന്ന് വേണേൽ പരസ്യം ഒരു 1-1.5 മാസം കൊണ്ട് ഒരു പ്രോജക്റ്റ് 3-4 പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ അതും ഒരു എക്സ്പീരിയൻസ് ആയെന്ന് പറഞ്ഞിരുന്നിട്ടാണ് അങ്ങനെയാണ് ഈ കയറുന്നത്. അങ്ങനെ കയറി പിന്നെ അവിടുന്ന് പുനരധിവാസം എന്ന് പറഞ്ഞൊരു സിനിമ VK പ്രകാശിനെ ഞാൻ അവിടെ ആയതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നു. ആ സിനിമ കഴിഞ്ഞ് വീണ്ടും അവിടെ തന്നെ ഇരുന്ന് എനിക്ക് ഓഫേഴ്സ് വന്നു തുടങ്ങിയ സമയങ്ങളുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഞാൻ പരസ്യമല്ല ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കുറേ നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് അറിയാമല്ലോ വർക്ക് ചെയ്യുന്ന രീതികൾ, നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന രീതികൾ, നമ്മൾ ചിലപ്പം അത്യാവശ്യമായിട്ട് ആക്ടറിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അപ്പം ഒരു ഇമ്പ്രഷൻ ഉണ്ടായി കാണുമായിരിക്കും. അപ്പം എന്തായാലും അദ്നാൻ സാമി എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ ഇന്ത്യയിൽ വരികയും പുള്ളി ഒരു പാട്ട് ചെയ്തിരുന്നു. മാഗ്ന സൗണ്ട് അങ്ങനെ ട്രെൻഡ്സിൽ വന്നപ്പോൾ എനിക്ക് പറഞ്ഞു നീ എന്നാ പാട്ട് ചെയ്തോളാം. അങ്ങനെ ഭീഗി രാത്ത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു സോങ് കാശൊന്നുമില്ല എന്ന് പറഞ്ഞു. തുച്ഛമായ ഞാൻ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല. ഒരു ദിവസം കൊണ്ടും കാണും. അതിൻ്റെ അകത്ത് മഴയുണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അതാണ് എനിക്ക് തോന്നുന്നത് തുടക്കം. ആദ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത് ആ സോങ് ആണ്. അതിനുശേഷം പിന്നെ 1-2 മ്യൂസിക് വീഡിയോ സോങ്ങും കൂടെ ചെയ്തിട്ടുണ്ടല്ലേ സിനിമയിലെ? സിനിമയിലെ സോങ് ചെയ്തിട്ടുണ്ട്. 2-3 സോങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട് ഒരു ഫുൾ സോങ്ങും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഹരിഹരൻ്റെ കാശ് എന്ന് പറയുന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഗസൽ ബേസ്ഡ് സോങ് ആണ്. അതിനൊരു ബ്യൂട്ടിഫുൾ മ്യൂസിക് വീഡിയോ അത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ വരുന്ന എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ക്രിയേറ്റീവ് ഒരു മനുഷ്യൻ്റെ ഒഗിൽവി ബാംഗ്ലൂരിലാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുന്നത് വർമ്മ അപ്പോൾ ഈ ചില സമയത്തൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്കറിയില്ല സമയം കളയാനുള്ള പരിപാടി എനിക്ക് ചെയ്യാൻ ഒരു താല്പര്യം. നമുക്ക് ആ സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും ഓക്കെ, പക്ഷെ അല്ലാതെ എനിക്കിങ്ങനെ ഇഷ്ടം തോന്നില്ല. അതിൻ്റെ അത് കാര്യം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം എഫേർട്ട് എടുത്ത് വേണം ചെയ്യാൻ. എഫേർട്ട് എടുത്ത് ചെയ്യുമ്പം നമ്മൾ അത്രമാത്രം സ്ട്രെയിനും നമ്മളതിനനുസരിച്ച് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കലും എല്ലാം ഉണ്ടല്ലോ. അപ്പം അതൊരു വലിയ പരിപാടി ആയതുകൊണ്ട് നമുക്ക് മനസ്സിൽ തട്ടാത്തതുകൊണ്ട് പലരും ഞാൻ അപ്പോഴും നോ പറയുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. പക്ഷേ അപ്പം അങ്ങനെ ചിലത് ചെയ്യേണ്ടി വരും റിലേഷൻഷിപ്പിൻ്റെ പേരിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കക്ഷി എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയുന്ന കാര്യം ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ ഞാൻ മാറ്റിയിട്ട് അവസാനം ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് പറയുന്നതാണ് നമ്മൾ ദിസ് യു വിൽ ഹാവ് ടു ഡു. എന്താണ് അത്? ഐ വിൽ ഹാവ് ടു കം ആൻഡ് മീറ്റ്. നമ്മൾ കണ്ട് നമുക്ക് പരസ്പരം സംസാരിച്ച് ഞാൻ ഈ ഐഡിയ പറയാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. 100% ക്യാൻ ഗോൾഡാണ് നമ്മൾ പറയുന്നത്. ഇത് ക്യാനിൽ ഗോൾഡ് വിന്നറാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കാണാന്നൊക്കെ പറഞ്ഞ് സമയമില്ലാത്ത സമയം ഉണ്ടാക്കി നമ്മൾ കാണുമ്പോൾ ഇത് ആദ്യകാലത്തെ വർക്കിനെ പറ്റി ചോദിച്ചാൽ പറയുന്നത്. അവസാനം ഐഡിയ പറഞ്ഞിട്ട് എന്താണ് സംഭവം അറിയാം, ബ്രൂ സാഷേ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ടംബ്ലർ ഫ്രീ തരും. ഇങ്ങനെയാണ് പറയണേ പറയണേ. അപ്പൊ അങ്ങനത്തെയൊക്കെയാണ് പിന്നീട് ചെയ്തോണ്ടിരുന്നത്. കാര്യം ചില സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്പും അതിൻ്റെ ഒരു ഫണ്ടിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നൊരു 3-ാമത്തെയോ 4-ാമത്തെ ഫിലിം ഞാൻ ചെയ്തു. ഇവിടെ നമ്മുടെ വനിതയ്ക്ക് വേണ്ടിയിട്ടൊരു നല്ലൊരു ഫിലിം ചെയ്തു. അതുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയാണ് അതിൻ്റെ ലിറിക്സ് ചെയ്തത്. രജത് ദുല്ലാക്കിയാണ് മ്യൂസിക് ചെയ്തത്. ഒരു കുട്ടി വളരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സാബുവൊക്കെ ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ. തിരുവാണ് ഷൂട്ട് ചെയ്തത്. അത് രവിക്കാണോ തിരുവാണ് ഷൂട്ട് ചെയ്തത്. അത് ഇൻഫാക്റ്റ് പെട്ടെന്ന് എല്ലാവരും ആരാണ് എന്നുള്ളൊരവസ്ഥ വന്നു തുടങ്ങി. പിന്നെ അപ്പം അതൊക്കെ അതിനുശേഷം കൊയർ ബോർഡിൻ്റെ അതും കേരളത്തിന് വേണ്ടി. അന്ന് ഈ വീഡിയോ ആഡുകളുടെ അത് കാണിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ടെലിവിഷനും ഫിലിം തിയേറ്ററും അല്ലേ? അതിനപ്പുറത്തൊരു സ്കോപ്പ് ഇല്ലല്ലോ. ടെലിവിഷൻ ഇത് തുടങ്ങിയ സമയത്ത് ടെലിവിഷൻ ഒരു വലിയ മീഡിയമാണ്. കാര്യം അത്രമാത്രം റീച്ചുള്ള അന്നും ഇപ്പോഴും ഞാൻ പറയട്ടെ അത്രയും റീച്ചുള്ള വേറെ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവായിരിക്കുന്ന സമയത്ത് എന്തോരം സ്പെൻഡ് ചെയ്യുന്നറിയാമോ? ഒരു ടെലിവിഷനിൽ നിന്നൊരു പ്രൈം പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു IPL നടക്കുന്ന സമയത്തൊക്കെ എന്തോരം ബഡ്ജറ്റാണ് അതിൽ പോകുന്നത്. കാര്യം ഇത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള വേറെ എല്ലായിടത്തും എത്തുമല്ലോ. എല്ലായിടത്തും എത്തും.
IPL നടക്കുന്നതല്ല, വേറെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ പീക്ക് ടൈമിൽ പീക്ക് കവറിൽ കൊണ്ടിടുന്നതിൻ്റെ എഫക്റ്റ് ഗ്രാഫിൽ നമുക്ക് ആ ബ്രാൻഡിൻ്റെ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവും. ഇൻ 2-3 months അത് ഇപ്പോഴും ശക്തമാണ്. അന്ന് ഓഫ് കോഴ്സ് തിയേറ്ററിലുണ്ട്. ഈ ഓണം കൂളായാൽ പോരാ, സൂപ്പർ കൂൾ ആവണം. ഏറ്റവും മികച്ച AC ബ്രാൻഡുകളുടെ കൂൾ കളക്ഷൻ, ബ്രാൻഡ് ഓഫറുകൾ, സൂപ്പർ EMI ഓപ്ഷനുകൾ, പിന്നെ മൈജിയുടെ സൂപ്പർ കൂൾ ഓഫറുകളും, ഒപ്പം 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. മൈജി ഓണം മാസോണം. ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥിരം പാറ്റേണിൽ പോയിരുന്ന കൊമേഴ്സ്യൽസിന് ഒരു സ്റ്റോറി പറയുന്ന, അല്ലെങ്കിൽ വെറുതെ പ്രോഡക്റ്റ് കാണിച്ച് ഗംഭീരാണെന്ന് പറയുന്നതിനെക്കാട്ടിലും അപ്പുറത്ത് ഒരു നരേഷൻ സാധ്യത ഉണ്ടെന്നും ഒക്കെ ഈ സിനിമ ആഗ്രഹം കൊണ്ട് സംഭവിച്ചാണോ, അതോ ലോകത്തെല്ലായിടത്തും അങ്ങനത്തെ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു കാലവും കൂടിയായിരുന്നോ? മാറ്റം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ ചിലവർ ഇൻഫാക്ട് അങ്ങനത്തെ ഒരു, പക്ഷേ ഇന്ത്യയിൽ വളരെ റെയറായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എൻ്റെ ഓർമ്മയിലന്ന് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് അസലായിട്ട് രാജീവ് സ്റ്റോറി പറയായിരുന്നു. രാജീവ് മേനൻ പിന്നെ അസലായിട്ട് സ്റ്റോറി പറയായിരുന്നു. രാജീവേട്ടൻ്റെ ഒരു ആ സമയത്ത് ചില ഇമോഷനൊക്കെ കറക്റ്റായിട്ട് കഴിയും. പ്രസൂൺ പാണ്ഡെ, പീയൂഷ് പാണ്ഡെയുടെ ബ്രദർ, അസലായിട്ട് ഹ്യൂമർ പറയുമായിരുന്നു. ഈ പറയുന്ന കഥയായിട്ട്. പിന്നെ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ബോംബെയിൽ. ഇങ്ങനെ 2-3 പേരേ ഉള്ളൂ അന്ന്. 4-5 പ്രൊഡക്ഷൻ ഹൗസേ ഉള്ളൂ. ഇത്ര 2-3. പക്ഷേ ഇതിൻ്റെ അകത്ത് പിന്നെ പ്രഹ്ലാദ് കുറച്ചും കൂടെ കമേഴ്ഷ്യലും കുറച്ച് മാസാണ്. പ്രഹ്ലാദ് കക്കെന്ന് പറഞ്ഞു. ഈസ് കോൾഡ് എസ് ആഡ് ഗുരു. അഡ്വർടൈസിങ്ങിനെ പറ്റി ധാരാളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അന്ന്. പക്ഷേ മിക്കവാറും ഒക്കെ ഈ പറയുന്ന വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മുടെ മുഖത്തടിച്ച് പറയുന്ന പരസ്യങ്ങൾ മിക്കവാറും ഒക്കെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന. ഈ പറയുന്ന VK പ്രകാശം ഇൻഫാക്ട് തുടങ്ങിയ സമയത്തൊക്കെ ആ സമയം ഞാൻ കയറുന്നതിന് മുമ്പൊക്കെ കഥ പറയുന്ന ശ്രമം അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്തത്. പക്ഷെ എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ വരുന്നത് ഈ പറയുന്ന എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ഭയങ്കര ഡീപ്പ് ടാലൻറ്റഡ് ആയിട്ടുള്ള എത്രയോ ആൾക്കാർ മലയാള സിനിമയിൽ ഞാൻ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ട് വളർന്ന് KG ജോർജ് സാറ്, പ്രിയേട്ടൻ, പിന്നീട് അതിന് മുമ്പ് പപ്പേട്ടൻ, ഭാരതേട്ടൻ, ഇവരെങ്ങനത്തെയൊക്കെ ആൾക്കാരുടെ സിനിമകൾ എത്രയോ ഫിലിം മേക്കേഴ്സ്, ഞാൻ പേര് എല്ലാം പറയേണ്ടതില്ലല്ലോ. അങ്ങനത്തെ വളരെ റിച്ചായിട്ടൊരു ഫിലിം നമ്മൾ കണ്ട എക്സ്പീരിയൻസിൽ നിന്ന് വന്ന് സിനിമയിൽ കയറി അതിൻ്റെ അകത്ത് അസിസ്റ്റ് ചെയ്ത് നമ്മളതൊക്കെ കണ്ട പ്രോസസ്സിൽ നിന്നാണ് വരുന്നത്. സത്യം പറയേണ്ട പറ്റില്ല, ഞാൻ അന്നും ഇന്നും ഞാൻ ബാക്കി എനിക്ക് മിക്കവാറും അറിഞ്ഞെടുത്തോളം ഒരു പരസ്യ ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ വെച്ച് അത് ആ ഒരു സ്പേസിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു പ്ലാനിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് ഡിവിഷൻസും ഒക്കെയാണ് സാധാരണ നമ്മൾ ആ ഒരു ഡ്യൂറേഷനിൽ കൊണ്ടെത്തിക്കാൻ. ഞാൻ ഇന്നും ആ പ്രോസസ്സിലോട്ട് പോയിട്ടേ ഇല്ല. എനിക്ക് അറിയില്ല വെദർ ഐ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ. കാര്യം ഞാൻ വരുന്നത് ലോങ് ഫോമാറ്റിൽ നിന്നാണ്. ലോങ് ഫോമാറ്റ് മാത്രം സിനിമ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഞാൻ അറിയാതെ ടൈം ഫില്ല് ചെയ്യാൻ പോയിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് അഡ്വർടൈസിങ്ങിൽ ഇത്രയും വർഷം നിന്ന ഒരാളാണ്. നിറയെ ഷൂട്ട് ചെയ്യും. നിറയെ ഷൂട്ട് ചെയ്യുന്നതല്ല, നിറയെ ഷൂട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. എൻ്റെ പ്രോസസ്സ് അവിടെ ചെന്നിങ്ങനെ ഒരു വലിയ സീനാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ഇന്നും അന്നും എൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടില്ല. കാര്യം ഇപ്പോൾ 2 പേര് സംസാരിച്ച് പോകുന്ന സമയത്തൊരു സ്ഥലത്തു നിന്ന് നമ്മൾ വന്ന് അവരുടെ കൂടെ നടന്ന് സാധാരണ നമ്മൾ കൺവെൻഷനലായിട്ട് വെക്കുന്നൊരു ആക്സസിലോ ലെൻസിങ്ങിലോ വെക്കാതെ കുറച്ചും കൂടെ റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ മുഖമൊന്നും കാണണമെന്നില്ല. അഡ്വർടൈസിങ്ങിനൊന്നും നടക്കലൊരു കാര്യം പറഞ്ഞാൽ മുഖത്ത് കയറി പറയാതെ എങ്ങനെ ഇത് പവർഫുള്ളാവും. 3/4 ആംഗിളിലൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ പോകുന്നവരുടെ കൂടെ. ആക്ടേഴ്സിനെ വിട്ടുകൊടുത്ത് അവരെ കവർ ചെയ്യാനാണ് പല സമയത്തും ഞാൻ ശ്രമിക്കാറ്. ആ സമയത്ത് എൻ്റെ തലയിലൊന്നും ഡ്യൂറേഷൻ ഇന്നുമില്ല. അപ്പോൾ ഇത് വെട്ടിച്ചുരുക്കി ഒരു 45 ആക്കുമ്പോൾ 15-20 മിനിറ്റൊക്കെയാണ് ഒരു എഡിറ്റിൻ്റെ 1 ലൈൻ ഇരിക്കുന്നത്. ഇത് ഷോർട്ട് ഫിലിം ആയിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം. പക്ഷെ എന്നാലും ഞാൻ മാറും. എനിക്ക് വേറെ ചിന്തിക്കാനേ പറ്റില്ല. ഞാൻ അവിടെ പോയിട്ട് ആ ഫ്ലോയിൽ പോയി ആക്ടേഴ്സ് ഇംപ്രൂവൈസ് ചെയ്ത് പോകുന്ന രീതിയും നമ്മൾ ആ സമയത്തുള്ള കോൺവെർസേഷനും അപ്പം ആ രീതിയിലങ്ങ് ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഷൂട്ട് ചെയ്യുന്ന. ലേറ്റസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിന്റെ സീരീസ് ഇല്ലേ 7 seconds? അതെ, അത് ഇതിന്റെ ഇപ്പുറത്തുള്ള എക്സ്ട്രീം ആണല്ലോ, ഇങ്ങറ്റത്തുള്ള. അതിനകത്ത് പക്ഷെ ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള
ഇമ്പാക്റ്റ് ഉള്ള സ്റ്റോറിയും കൂടെ ഉണ്ട്. അതെങ്ങനെയാ അപ്പൊ ഡിസൈൻ ചെയ്തതും അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചാലഞ്ച് ചെയ്യാം. കാര്യം പല ഇൻഫാക്ട് എല്ലാവർക്കും ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിറ്റുവേഷനും കൂടെ. ഞാനൊരു പരസ്യ ചിത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ജോണറിലുള്ള ഫിലിംസും ചെയ്തിട്ടുണ്ട്. ആക്ഷൻ, ഹെവി ആക്ഷൻ, എക്സ്ട്രീം ഹ്യൂമർ, ഇമോഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ലൈക്ക് ഡീപ്പ് കോർ ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മളെ മൂവ് ചെയ്യിക്കുന്ന ഇമോഷൻ എല്ലാ തരത്തിലുള്ള ഇമോഷനും ആക്ഷനും ഒക്കെ ഞാൻ എല്ലാം ട്രൈ ചെയ്യും. കാര്യം എന്നാൽ മാത്രമേ നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ മിക്കവർക്കും എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് പറ്റുമെങ്കിൽ. ഇപ്പോൾ ഒരു ഫാഷൻ ഫിലിമിലൊന്നും പറ്റില്ല, ഫാഷൻ ഓറിയൻറ്റഡ് ഒരു ഫിലിം ഒന്നും പറ്റില്ല. പക്ഷെ പറ്റാവുന്ന സമയങ്ങളിലൊക്കെ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തൊരു ഇമോഷൻ കൊണ്ടുവരാൻ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ മുമ്പിൽ വരുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തത് കുറച്ചും കൂടെ റിലേറ്റബിൾ ആക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന ഒരു സീനാക്കി മാറ്റിയെടുക്കും. അതാണ് എൻ്റെ സ്ട്രെങ്ത്തും എനിക്ക് ഇഷ്ടപ്പെട്ടതും. അപ്പോൾ അതിൻ്റെ അത് ആക്ടേഴ്സിൻ്റെ ഒരു സീൻ പോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് പെർഫോമൻസ്, ഒരു സ്റ്റേജിങ്ങിൻ്റെ പ്രോസസ്സുണ്ട്. ഏത് സമയത്താണ് ഒരാൾ വരുന്നത്, എന്താണ് ഏത് സമയത്ത് പറയുന്നു എന്നൊക്കെ പറയുന്നത്. ഇന്നും ഇൻഫാക്റ്റ് 90% പരസ്യചിത്രങ്ങളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു വ്യത്യാസം ഫീൽ ചെയ്യാന്ന് പറയില്ലേ, ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ഒരു ലേമാന് പറ്റില്ല. നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടുവരാനുള്ള ശ്രമം അന്ന് നിന്നുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ പ്രോസസ്സും. അപ്പം മിക്കവാറും ഒക്കെ എൻ്റെ ഡിറക്ടേഴ്സ് കട്ട് എന്ന് പറയുന്നത് 2-3 മിനിറ്റ്. 45 മിനിറ്റുള്ളൊരു ഒരു ഫിലിമോ ഒരു 35 ഞാൻ വെറുതെ വിടുകയല്ല. അത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് പവർഫുള്ളായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാൻ 30 സെക്കൻഡിലും വെറുതെ ഒരു ഡൗൺ എഡിറ്റ് ഇല്ല. അതിൻ്റെ അകത്ത് ഞാൻ ആ പോയിന്റ് പറയാൻ ഞാൻ ദിവസങ്ങളോളം ഇരുന്ന് ആ എഡിറ്റും ഷാർപ്പാക്കും ഞാൻ. കാര്യം ഇവൻച്വലി തൊഴിലതല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. ഇപ്പം മാക്സിമം സ്പെൻഡ് ചെയ്യുന്ന മണി സ്പെൻഡിങ് ഇസ് 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെറുതെ അത് ലൈറ്റായിട്ട് എടുത്തിട്ട് കാര്യമില്ല. എൻ്റെ ഒരു റീൽ ഉണ്ടാക്കിയത് എൻ്റെ റീൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഫേസ്ബുക്കിൻ്റെ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള കോൺവെർസേഷനിൽ അതിൻ്റെ അകത്ത് മെയിൻ ഇൻറ്റൻഷൻ ഉദ്ദേശം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ടി വി ഒരു മാധ്യമമാണ്, സോഷ്യൽ മീഡിയ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ചെറിയ നമുക്ക് വാട്സാപ്പ്, ഇൻസ്റ്റയൊക്കെ തുടങ്ങി അതിനൊക്കെ പവർ വരുന്ന സമയത്ത് ഫേസ്ബുക്കിന് എവിടെയോ ഒരു യൂസർ ആൾക്കാർ കുറഞ്ഞു വരികയും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് അവർ നമുക്കിത് ഇൻഫാക്ട് ഫേസ്ബുക്കും അഡ്വർടൈസിങ് ടി വി പോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും അഡ്വർടൈസിങ് ഒരു പ്ലാറ്റ്ഫോം ആക്കാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമാണ് ഫേസ്ബുക്കിനെ സംബന്ധിച്ച്. പക്ഷേ ആ പ്ലാറ്റ്ഫോം നമ്മൾ ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്ന ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിപാടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സാധാരണ എങ്ങനെയാണ് ഇത് നമ്മൾ 3ആയിട്ടല്ലേ ഒരു ബ്രാൻഡ് ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് ലീഡേഴ്സ് ഉണ്ടാവും. അവർക്കാണല്ലോ ആ പ്രൊഡക്റ്റിനെ പറ്റിയോ ആ ബ്രാൻഡിനെ പറ്റിയുള്ള നിശ്ചയമുള്ളത്. അപ്പം ഇന്ന സമയങ്ങളിൽ ഏത് പ്രൊഡക്റ്റാണോ അതിനനുസരിച്ച് അടുത്ത ക്വാർട്ടർ അല്ലെങ്കിൽ അടുത്ത 6 months നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇതാണ്, ഇവരോട് പറയേണ്ട ചില കാര്യങ്ങൾ, അതിന് പുറകിൽ കാര്യങ്ങളുണ്ടാവും. ചില സമയത്ത് ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചില പുതിയ കാര്യങ്ങൾ ഇതിൽ വന്നത് അറിയിക്കലായിരിക്കാം, പുതിയ ഫീച്ചേഴ്സ് ആയിരിക്കാം. ചില സമയത്ത് ഇതൊന്നുമില്ലാതെ വെറുതെ ബ്രാൻഡ് റിമൈൻഡേഴ്സ് ആയതുകൊണ്ട് ബ്രാൻഡ് ഫിലിം ആയിരിക്കാം. അത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾ ബ്രാൻഡ് റിമൈൻഡർ ആകുക എന്നൊക്കെ പറയുന്ന പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ആ ഉദ്ദേശം എന്താണെന്ന് അറിയിക്കുന്നത് അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജിലാണ്. ഈ ബ്രാൻഡ് ഹാൻഡിൽ ചെയ്യുന്ന ഏജൻസിയാണ്. എനിക്ക് ഇതുമായിട്ടൊന്നും ബന്ധമില്ല ആസ് എ പ്രൊഡക്ഷൻ ഹൗസ്. അപ്പം അഡ്വർടൈസിങ് ഏജൻസിയാണ് ഈ ബ്രാൻഡ് ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന വലിയ ഒഗിൽവി ആൻഡ് മാതർ, ONM അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ റീഡിഫ്യൂഷൻ അന്നത്തെ കാലത്ത്, ഇപ്പം ടിൽറ്റ്, പല ഏജൻസി. ഒഗിൽവിയൊക്കെ വലിയ ലോ ഒക്കെ വലിയ, പീയൂഷ് പാണ്ഡെയൊക്കെ ഹെഡായിരുന്ന ഒഗിൽവിയൊക്കെ വളരെ വലിയ ഏജൻസിയാണ്.
അപ്പം അങ്ങനത്തെ ഒരു ഏജൻസിയിലോട്ടാണ് ഇവർ ബ്രീഫ്. ആ ഏജൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ക്രിയേറ്റീവായിട്ടൊരു ബഞ്ച് ഓഫ് ആൾക്കാരുണ്ടാവും, ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഫിലിം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവരാണ് ഏത് ഡയറക്ടറിനെ സമീപിക്കണം, അവർ പ്രൊഡക്ഷനുമായിട്ട് ഡീലിങ്, അവരുമായിട്ട് സംസാരിക്കുക, അതിൻ്റെ ഡേറ്റ്സ് പ്ലാൻ ചെയ്യുക, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ അവരാണ് ഈ പറയുന്ന ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ തൊട്ട് ഏറ്റവും പവർഫുൾ മീഡിയം വിഷ്വൽ മീഡിയമാണ്. നമുക്കെല്ലാം അറിയാം, ഫിലിമാണ് ഏറ്റവും പവർഫുൾ, റീച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിലിമിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം ഔട്ട്ഡോറിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ കണക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ അത് റിമൈൻഡർ ആകാം. മാഗസീനിൽ നമുക്ക് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ട് ഉണ്ടല്ലോ, ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എങ്ങനെയായിരിക്കണം, അതിലെന്താണ് എഴുതേണ്ടത്, അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ് എന്താണ്, ആ ആർട്ട് ഡയറക്ടേഴ്സ്, പാക്കേജിങ്, ഈ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് പാക്കേജ് ചെയ്യാം. ഇപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നമ്മളിപ്പോൾ സൗത്തിൽ, ഇപ്പോൾ ബാംഗ്ലൂർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പുതിയ ചോക്ലേറ്റ് കമ്പനികളെന്നറിയാം പേഴ്സണലായിട്ട് തുടങ്ങിയിരിക്കുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രാൻഡിങ് ചെയ്യുന്നതറിയാം. അപ്പം അതിൻ്റെ കവറാണെങ്കിൽ ഇപ്പോൾ പിക്കിൾ, എത്രയോ പിക്കിൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണേണ്ട കാര്യം മാത്രം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഈ പറയുന്ന പാക്കേജിങ് എന്ന് പറയുന്ന, അപ്പോൾ ഇതിനൊക്കെ ആർട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, കോപ്പി റൈറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇവരുടെ കയ്യിലോട്ടാണ് ബ്രീഫ് വരിക. അപ്പോൾ ആ തേർഡ് ലെവലിലാണ് ഒരു ഫിലിം മേക്കർ വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഞാൻ ഓൺ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ നമ്മുടെ ടീം വരുന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അവർ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡിസ്കഷൻ, എന്താ ചെയ്യേണ്ടത്. അങ്ങനത്തെ സമയത്ത് ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഫോമിലായിരിക്കും വരിക. ചില സമയത്ത് ഇപ്പോൾ പീയൂഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ലൈനായിരിക്കും. ഇപ്പം ഹർ ഘർ കുച്ച് കഹത്താ ഹൈ, പീയൂഷിൻ്റെ ലൈനാണ്, ഏഷ്യൻ പെയിൻറ്റ്സ്. അപ്പം അതിനകത്ത് ഫിലിമൊന്നും ആ ലൈൻ മതി, നമുക്കത് മതി, ഞാൻ ഒരു സിനിമ ഉണ്ടാക്കാം. അപ്പം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഇപ്പം ഞാൻ ഒഗിൽവിയായിട്ട് വർക്ക് ചെയ്ത മിക്കവാറും പ്രോസസ്സിലൊക്കെ വളരെ ഏർലി സ്റ്റേജിൽ ഞാൻ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിം മേക്കറിൻ്റെ പ്രോസസ്സും കൂടെ അതിൽ. ഇതിൽ സ്ക്രിപ്റ്റ് തന്നിട്ടാണോ ചെയ്തത്? അവര് പല ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് എല്ലായിടത്തും കുറേ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. ശരി. അങ്ങനെ കുറേ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അവരതിൽ നിന്ന് കുറേ സെലക്ട് ഒക്കെ ചെയ്തിട്ട് ഞാനായിട്ടുള്ള കോൺവെർസേഷനിൽ ഇതിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം തന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഇത്രയും നാളും ഇങ്ങനെയല്ലേ ചെയ്തേ, ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്നതിനും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടൊരു ബ്രീഫ് വരികയാണ്. 10 സെക്കൻഡിൽ നമ്മളൊരു പുതിയ പ്ലാറ്റ്ഫോം അഡ്വർടൈസിങ്ങിൽ തുറക്കുക. ഇതിന് ശേഷം ഈ പറയുന്ന 10 സെക്കൻഡ് തുറക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇപ്പം നമ്മൾ കാണുന്ന 10 അല്ലെങ്കിൽ 5 എന്നൊക്കെ പറഞ്ഞാൽ ഷാർപ്പ് കമ്മ്യൂണിക്കേഷൻ. അതൊരു സ്റ്റോറി ടെല്ലിനെ സംബന്ധിച്ച് എക്സ്ട്രീംലി ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. ടെലിവിഷൻ ആഡിന് പോലും കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് അല്ലേ? നമുക്ക് സാധാരണ മിനിമം ഒരു 30 സെക്കൻഡ് ഉണ്ടാവില്ലേ? 30 എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ച് ലക്ഷറി. 6 മണിക്കൂർ സിനിമയുടെ എനിക്ക് 15 സെക്കൻഡ് എന്ന് പറയുന്നത് 30 ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നത് ലക്ഷറിയാണ്. അപ്പൊ 10 സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോൾ 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുണ്ട്? നമുക്കൊരു അഡ്വർടൈസിങ് ഫിലിമിൽ 10 സെക്കൻഡോ 30 സെക്കൻഡോ 60 ആയാലും 60 സെക്കൻഡ് ആയിട്ട് അതിൻ്റെ അകത്ത് 10 സെക്കൻഡ് ബാക്കി എൻ്റെ കാര്യം പറയാൻ പോണ്ടേ? ഏത് ലോഗോ വേണ്ടേ? ഇതിന്റെ എന്തിനെ പറ്റിയാ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ലോഗോ ഉണ്ട് 10 പോയോ? ഒരു 10 സെക്കൻഡിൽ 3 സെക്കൻഡെങ്കിലും പറയണ്ടേ ഞാൻ ഇത് എന്തിനാണെന്ന്. നമ്മളൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ തം സ്റ്റോപ്പേഴ്സ് പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് പറയണ്ടേ? 3 സെക്കൻഡ് പോയില്ലേ? ഇനി 7 സെക്കൻഡ് ഞാൻ എന്ത് കഥ പറയും? ഇങ്ങനത്തെ ചാലഞ്ചസ് വരുമ്പോഴാണ് ഞാൻ കംപ്ലീറ്റ്ലി, കാര്യം ഇത് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. വെറുതെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒരു 10 സെക്കൻഡ് ഉണ്ടാക്കില്ല. ഫേസ്ബുക്കിന് വേണ്ടിയിട്ടാണ്, സീരിയസ് ആയിട്ടൊരു മാറ്ററാണ് അത്. അവർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരവസ്ഥയാണ്. ഇനി അഡ്വർടൈസിങ് വേറൊരു തരത്തിലും കൂടെ ഇതെന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ എനിക്ക് എന്തെങ്കിലും ഇതിൽ ഞാൻ 7 സെക്കൻഡിൽ കഥ പറയും എന്നൊരു വാശി, കാര്യം എനിക്കിതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അവർ ധാരാളം സ്ക്രിപ്റ്റുകൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്ന് കുറച്ച്, എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്യും, പക്ഷേ എനിക്കിതിൻ്റെ ക്രിയേറ്റീവ് ആൾക്കാരുമായിട്ട് സംസാരിക്കും. കാര്യം ഇതൊക്കെ മാറ്റും ഞാൻ, എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ മാറ്റും, വളയ്ക്കും, ഒടിക്കും, ചിലത് ലൈൻ മാറും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എനിക്ക് റൈറ്ററുമായിട്ട് സംസാരിക്കാതെ എനിക്ക് പറ്റില്ല.
അപ്പോൾ അതൊരു പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാ രണ്ട് ക്രിയേറ്റീവ് ആൾക്കാർ സംസാരിക്കുന്നത് ഇല്ല, അതൊക്കെ ഹിഡനാണ്, ഇറ്റ് ഇസ് ഓൺലി ആ അങ്ങനത്തെ അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഓക്കെ, ഇറ്റ് ഇസ് ഫൈൻ. അങ്ങനെ ഞാൻ അവർക്ക് പറയേണ്ട ചില വിവിധ തരത്തിലുള്ള ഇമോഷൻസ് ഉള്ള ഈ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവാം, പിന്നെ ഫണ്ണായിട്ടുള്ള സോഷ്യൽ മെസ്സേജസ് ഉണ്ടാവാം, വെറുതെ വെളിയിൽ പോയിട്ട് മൂത്രം ഒഴിക്കാന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്ക് അതിന് അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാനതിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞാനത് റീസ്ട്രക്ചർ ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാനൊരു എനിക്കിവിടെ 2-3 ആഴ്ച ഇരുന്ന് കാണും അതിൻ്റെ പുറകിൽ. കാര്യം എൻ്റെ തലയിൽ കൂടി 7 സെക്കൻഡിൽ ഞാൻ ഇമോഷൻ കൊണ്ടുവരാൻ പറ്റും. ഇത് ആരെങ്കിലും ഇതുമായിട്ട് പോവോ? ഞാനൊരു മേബി ഒരു 16 ഫിലിംസ് ചെയ്താൽ എൻ്റെ ഉദ്ദേശം ഒരു 6 എണ്ണമെങ്കിലും ആൾക്കാരുടെ തലയിരുന്നാൽ പറ്റിയാൽ. എനിക്ക് തോന്നുന്നു ഒരു 13 വർക്ക് ചെയ്തു വന്ന്. കാര്യം ഭയങ്കര വൈറലായി ഇന്റർനാഷണലി. ഇപ്പം ഡൽഹിയിലും അവിടെയൊക്കെ ആൾക്കാർ ഫോർവേഡ് ചെയ്ത്. കാര്യം ഇറ്റ്സ് ഈസി ടു ഫോർവേഡ്. 10 സെക്കൻഡല്ലേ ഉള്ളൂ, 2 മിനിറ്റിന്റെ സാധനമൊന്നും അല്ല അയക്കുന്നത്. ഞാനതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ സ്ട്രക്ചർ ചെയ്ത ഫിലിംസാണ്. ഞാനപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് ഉണ്ടാവുന്ന ലിബർട്ടി, ഞാൻ ഇപ്പോൾ 2 മിനിറ്റുള്ള ഫിലിമാണെങ്കിൽ എനിക്ക് അനാവശ്യമായിട്ട് കുറേ ഷോർട്സുകൾ എടുക്കുന്ന പരിപാടിയില്ല. കാര്യം ഈ ചെറിയ ഫോർമാറ്റിലൊക്കെ ചെറിയ ഡ്യൂറേഷനുള്ള ഫിലിമിലൊക്കെ നമ്മൾ വല്ലാതെ കുറേ കട്ടുകൾ ഇടും. അല്ലെങ്കിൽ അത് ഫാഷനോ അല്ലെങ്കിൽ ആക്ഷനൊക്കെ ആയിരിക്കണം, ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നും. എനിക്കൊരു 45 സെക്കൻഡുള്ള ഫിലിം കണ്ടാൽ എനിക്കൊരു 3 മിനിറ്റ് ഫീൽ ചെയ്യണം. സാധാരണ ഞാൻ അതിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നമ്പർ ഓഫ് ഷോട്ട്സ് മിനിമലായിരിക്കും. ലെസ് ഷോട്ട്സ് ആയിരിക്കും. അതിൻ്റെ അകത്ത് നടക്കുന്നത് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാറാണ് സാധാരണ. അതേ പ്രോസസ്സ് എടുത്ത് ഞാൻ ഇതിലിട്ടു. അപ്പോൾ ഷോട്ട്സിൻ്റെ നമ്പേഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ചിലപ്പം 7 സെക്കൻഡിന് മുകളിലുണ്ടാവും. നല്ല മഴ പെയ്യുന്ന അവസ്ഥ, മോൺസൂൺ സമയത്ത് മഴ പെയ്യുന്ന അവസ്ഥയിൽ ബോംബെ പോലത്തെ ഒരു നഗരത്തിൽ നമുക്കറിയാവുന്ന ഒരു സിഗ്നൽ അവസ്ഥയിൽ കുറേ വണ്ടികൾ വന്ന് നിൽക്കുന്നു. വണ്ടികൾ നിൽക്കുമ്പം അവിടെ കഷ്ടപ്പെട്ട് നനഞ്ഞ് കുട വെക്കുന്നൊരു അപ്പോൾ കുട വെക്കുന്ന ഒരാൾ, അപ്പോൾ ബൈക്കിൽ 2 പേര് അങ്ങനെ ഉണ്ടാവുമല്ലോ. ബൈക്കിൽ പോകുന്നവർക്ക് എവിടെ പെട്ടെന്ന് ചിലപ്പോൾ പുറകിലുള്ളവർക്ക് ഹെൽമെറ്റ് ഇല്ലാതൊന്നും വരും. അപ്പോൾ അങ്ങനത്തെ നനഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവൻ കുട വെക്കാനായിട്ട് കൊടുക്കുന്നു. ആ കുട പെട്ടെന്ന് അത്യാവശ്യ സമയമായതുകൊണ്ട് ആ കുട ആ സമയത്ത് കാശ് കൊടുത്തത് വാങ്ങിച്ച് സിഗ്നൽ ഓണായി പോകുന്ന നേരത്ത് അത് കുട വിളിച്ചിട്ട് കൊടുത്തിട്ട് ഇവൻ കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കുക. എത്ര ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ എത്ര ഇത് 7 സെക്കൻഡിലാണ്. ഒരു തിരിച്ചിലും ഉണ്ടാവണ്ടേ, ഒരു തിരിച്ചവൻ നടന്ന് ഒന്നാണ്. അത് ആ പോയിന്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത് എനിക്ക് ഇത്ര സമയമുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ബ്രീഫ് ചെയ്യുന്നത്. ഞാൻ ഇത്ര സമയം നീ സമയം എടുക്കരുതിന് എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഡ്യൂറേഷൻ പറഞ്ഞ് പേടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവന് നമ്മൾ കാണാൻ പറ്റില്ല ആക്ടറിന്. ഞാൻ അവനൊന്ന് പറഞ്ഞത് പെർഫോമൻസിന്റെ പേരില്ല. നീ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നീ ഒന്ന് നോക്കിയിട്ട് ഇപ്പം തിരിയണേ, അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞോളൂ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ. ഞാൻ ആദ്യമായിട്ടാണ് അത് 2 ഷോട്ടാ എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പം ഒരുത്തൻ വണ്ടി പാർക്ക് ചെയ്ത് നടു റോട്ടിലുള്ള ഒരു സ്ഥലത്ത്, പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു മതിലിനോട് ചേർന്ന് അവൻ മൂത്രമൊഴിക്കുമ്പോൾ അവൻ്റെ വണ്ടിയുടെ കാറിൽ വന്നിട്ട് ഒരു 10 മൂത്രമൊഴിക്കും. അപ്പം ഇതിനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ലൈൻസ് എടുത്തിട്ടുണ്ട് ലാൻഡ് ചെയ്യുന്നതൊക്കെ. ഒറ്റ ഷോട്ടാ. ഒരു ഷോട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ കണ്ടിട്ട് പോകുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ ഇതിനൊരു 30 സെക്കൻഡ് ഉണ്ടാവും എന്ന് തോന്നിക്കൽ വരുന്നത്. ഞാൻ ശ്രമിച്ചത് ഒറ്റ ടേക്കിൻ്റെ കാര്യമില്ല, മിനിമൽ നമ്പർ ഓഫ് ഷോട്ട്സ് എഡിറ്റ് നമ്മൾ അറിയേയില്ല എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ ശ്രമിച്ചത്. അതിൽ ഈ പറയുന്ന 10-12 എനിക്ക് തോന്നുന്ന വർക്ക് ചെയ്തു. അത് ഭയങ്കര വൈറലായപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷമായി. കാര്യം നമ്മൾ ഇതുവരെ ചെയ്യാത്ത, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഞാൻ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചൊരു ചലഞ്ചായിട്ട് എടുത്ത് ചെയ്യുക എന്ന് പറയുന്നത്. അത് ബസ്സിലുള്ളതും ഭയങ്കര രസമാണ്. ബസ്സിലുള്ളതും ഭയങ്കര 2 ഷോട്ടേ ഉള്ളൂ. 2 ഷോട്ടേ ഉള്ളൂ.
2 ഉണ്ട് ബസ്സിലുള്ളത്. ആ പെൺകുട്ടിയുടെ ഇത് നോക്കുന്ന അത് രസമുള്ള സാധനം. ഇവൻ താഴ്ത്തി കൊടുക്കുന്നേ. അതെ. അതുകൊണ്ട് പിന്നെ ഒരു വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. 2 സ്ത്രീകൾ ഇരിക്കുന്ന ഒരെണ്ണമുണ്ട്. ഷീസ് ആക്ച്വലി മിക്സ്. കമ്മല് കൊള്ളാന്ന് പറയുന്നത്. അതൊക്കെ 2 ഷോട്ടേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ഫിലിം ആ ക്യാമ്പയിനിൽ. ഒന്നാമത് കുട്ടികളുമായിട്ട് വർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളുമായിട്ട് ടിഫിൻ ബോക്സിന്റെ അയ്യോ അത് ഭയങ്കര രസമാണ്. അത് പക്ഷെ എനിക്ക് 2 തീർക്കാൻ പറ്റില്ല. റിവെഞ്ച്. അതാ ഇരിപ്പില് ആ പെങ്കൊച്ചിന്റെ ഇരിപ്പിലൊക്കെ ഉണ്ടല്ലോ. എല്ലാരും കൂടെ 7 സെക്കൻഡേ ഉള്ളത്. ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, കാര്യം ഭയങ്കര പ്രിപ്പയർഡും പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കുണ്ടായ ഒരു ആത്മവിശ്വാസം, നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, നല്ലൊരു ബ്രാൻഡല്ലേ, അത് എനിക്ക് കുറെ സാറ്റിസ്ഫൈ ചെയ്ത വർക്കായിരുന്നു. ഈ ഓണം കൂളായാൽ പോരാ, സൂപ്പർ കൂൾ ആവണം. ഏറ്റവും മികച്ച AC ബ്രാൻഡുകളുടെ കൂൾ കളക്ഷൻ, ബ്രാൻഡ് ഓഫറുകൾ, സൂപ്പർ EMI ഓപ്ഷനുകൾ, പിന്നെ മൈജിയുടെ സൂപ്പർ കൂൾ ഓഫറുകളും, ഒപ്പം 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. മൈജി ഓണം മാസോണം. അതിന്റെ ഫോർമാറ്റ് നമ്മൾ മറ്റേ ഷൂട്ട് ചെയ്യുന്ന പോലെ ലാൻഡ്സ്കേപ്പിലല്ലോ, വെർട്ടിക്കൽ തന്നെ ചെയ്യണ്ട. അങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇതിനു വേണ്ടിയാണോ? അതിന് വേണ്ടിയിട്ട് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ ആ ഫോർമാറ്റിൽ മിക്കവാറും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരൊക്കെ ഫോണിലാണ്. അപ്പം ഞാൻ മാക്സിമം നമുക്ക് വിഷ്വൽ കോണ്ടന്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ ഫുൾ സ്ക്രീൻ. അപ്പൊ ഞാൻ അങ്ങനെ ആ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത് തിരിച്ചു വെച്ചിട്ട് ഷൂട്ട് ചെയ്ത്. പക്ഷേ ഈ സത്യം അതാണ്. ഇന്നിപ്പോൾ ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് സിനിമ കാണുന്നതോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു വീഡിയോ ക്ലിപ്പ് കാണുന്നതൊക്കെ ആ ഫോൺ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് 1 സെക്കൻഡ് എടുക്കില്ല അത് ഹൊറിസോണ്ടലാക്കാൻ. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ ഹൊറിസോണ്ടലാക്കും മോനെ, ആരോ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണേ. അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫോർമാറ്റ് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എന്റെ നടുക്ക് അത് ഇങ്ങനെ തിരിച്ചാ ഫുൾ സ്ക്രീൻ കാണാം. കുറച്ചും കൂടെ ഡീറ്റെയിൽ വേണ്ട. പക്ഷെ കുറച്ച് പ്രായ ആൾക്കാരുടെ ശീലമല്ല അത്. അതുകൊണ്ട് മനസ്സിങ്ങനെ വിങ്ങും. എന്റെയൊക്കെ ഞാൻ എപ്പോഴും അറിയാതെ റൊട്ടേറ്റ് ആവും. അപ്പം അതിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇനിയിപ്പം ചിന്തിച്ച് കഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ അത് ഹൊറിസോണ്ടലാക്കണ്ട ഇങ്ങനെ തന്നെ. അപ്പൊ ഫുൾ ഫ്രെയിമിൽ കാണാനല്ലോ. അപ്പൊ വെർട്ടിക്കൽ കോമ്പോസിഷനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ വെർട്ടിക്കൽ കോമ്പോസിഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫോമാറ്റ്. നമ്മൾ കണ്ടിരിക്കുന്ന ഒക്കെ ഈ പറയുന്ന സ്കോപ്പ് ഫോമാറ്റിലല്ലേ, സിനിമ സ്കോപ്പ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഫോർമാറ്റിലല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ആർട്ടും എസ്തെറ്റിക്സും ആ കോമ്പോസിഷൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ വർഷങ്ങളായിട്ട് എല്ലാവരും സംസാരിച്ച് അതിൽ ഇംപ്രൂവ് ചെയ്ത് പോകുന്നത്. ആബ്സല്യൂട്ട്ലി പുതിയ ഫോർമാറ്റിലെ വേർട്ടിക്കൽ പല കാര്യങ്ങളും പോയി. നമ്മൾ സാധാരണ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന ഇതിൻ്റെ അകത്തുള്ള ലെഫ്റ്റും റൈറ്റും ഒക്കെ പോയി. ഇപ്പൊ ഞാനിപ്പോ മൻലേനെ കാണുന്ന പുറകിലുള്ള വേർട്ടിക്കൽ ഇൻഫർമേഷനേ ഉള്ളൂ. അപ്പം എന്തൊരു ബ്യൂട്ടിഫുള്ളും അതേ സമയത്ത് നമ്മൾ ശീലിക്കാത്തൊരു ഫോമാറ്റിന്റെ അകത്തോട്ട് നമ്മൾ സിനിമ എന്ന് പറയുന്ന ഒരു ക്യാമറ വഴി നമ്മൾ കഥ പറയുക എന്ന് പറയുന്ന ഏത് ഫോർമാറ്റിലാണെങ്കിലും ആ ഫ്രെയിമിനുള്ളിലെ കാര്യങ്ങളല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ചിന്ത മുഴുവൻ വേർട്ടിക്കൽ ആവുന്നതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. ഇന്നൊക്കെ ഇതൊക്കെ കോമൺ കാര്യങ്ങളായി പറയുന്നത് വേർട്ടിക്കൽ ഫ്രെയിമിലുള്ള കാണുന്നതൊക്കെ. അതിൽ തന്നെ ചെയ്തൊരു ഈ സീരീസിലല്ല, ഷാരൂഖ് ഖാനും സിസ്റ്ററും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോ ബാക്കില് അവര് കഥക്ക് അത് ഇതിന്റെ കുറച്ചും കൂടി എക്സ്ട്രീമിലേക്ക് പോയില്ലേ, ഫോർമാറ്റിനെയും കൂടെ നമ്മൾ അതിലോട്ട് കൊണ്ടുവന്ന കാര്യം. അത് ആക്ച്വലി പിടിക്കുന്നത് ബാക്കിലുള്ള ഡീറ്റെയിൽസ് പൊക്കിയിട്ട്, ബിക്കോസ് ഹൈലി ടെക്നിക്കൽ സംഭവമാണ് ജെമിനി എന്ന് പറയുന്നത് കാര്യം. ഈ പറയുന്ന ചാറ്റ് GPT ഒക്കെ പോലെ അത് ഇൻഫാക്ട് അതിൻ്റെ അകത്ത് വളരെ ആ ഫോർമാറ്റിന്റെ ഒരു ഭംഗി ഭയങ്കരമാണ്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു എന്നെ സംബന്ധിച്ച്. എന്നെ കുറച്ചും കൂടെ ചില കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പോകാത്ത വഴികളിൽ പോയി എന്നെ സാറ്റിസ്ഫൈ ചെയ്ത്. കാര്യം ഞാൻ ഈ ലോങ് ചിന്തിക്കുന്ന മനുഷ്യനായതുകൊണ്ട്
അതിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും ചെറുത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു ക്യാമ്പയിൻ. വിജയിച്ച ഇമ്പാക്ട് ഉണ്ടായി. അതെ ശരിക്കും എത്രയോ പേര് എന്നെ വിളിച്ച് അയച്ചു ഡിഡ് യു ഡു ദിസ്. കാര്യം അങ്ങനെ ഒരു പ്രശ്നമല്ലോ അഡ്വർടൈസിംഗില്, ആരെ ചെയ്തെന്ന് അറിയാൻ പാടില്ലോ പലരും. അങ്ങനെ തോന്നാറുണ്ടോ? അതായത് ഇപ്പോ ജേർണലിസത്തിലൊക്കെ പറയും ഡെസ്കിലിരിക്കുന്ന ആളുകൾ അവരായിരിക്കും ഗംഭീരമായിട്ട് ഹെഡിങ് ഇട്ടുണ്ടാവുക, ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു മനുഷ്യനറിയില്ല. അതുപോലെ ഈ ആഡ് ഫിലിമിനെ മാതിരി അല്ലല്ലോ, ഫിലിമില് കിങ് ഡയറക്ടറാണെന്ന് പറയും. തിരിച്ചത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ തുടക്കകാലത്ത്? ഇപ്പൊ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അങ്ങനെ അക്നോളജ് ചെയ്യാതെ പോകുന്നുണ്ട്. ഇല്ല, ഞാൻ എൻജോയ് ചെയ്ത പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇൻക്ലൂഡിങ് സം ഇന്റർനാഷണൽ ഫിലിംസ് അല്ലെങ്കിൽ വിത്തിൻ ദ കൺട്രി. ചില സമയത്തൊക്കെ നമ്മളൊരു വലിയ ഒരു ക്രിക്കറ്റ് മാച്ച് ഒരു ബാറിലോ അല്ലെങ്കിൽ വലിയൊരു സ്പേസിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്യായിരിക്കും. നമ്മൾ താഴെ വന്ന് 1-2 ഫ്രണ്ട്സ് ഉണ്ടാവും. ഫുൾ ലാർജ് ക്രൗഡിൻ്റെ ഇടയിൽ എല്ലാ 2 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പം ഞാൻ ചെയ്ത ഫിലിമിൻ്റെ പാട്ട് ആ ക്രിക്കറ്റിനെക്കാട്ടിലും ആ സോങ് അല്ലെങ്കിൽ അതിലെ മെലഡി ആ ബാറിലിരിക്കുന്ന അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ലൗഡായിട്ട് പാടുന്ന ഒരു മനുഷ്യനറിയില്ല. ഞാൻ ഇന്ന് പറയുന്ന അവസ്ഥ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാനത് കുറേ നാൾ ആസ്വദിച്ചു. പക്ഷെ സിനിമ കഴിയുമ്പോഴത്തേക്കും അതെല്ലാം പോയി. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല എത്ര ആഡ് ഫിൽം മേക്കറിന് ലോകത്തിൽ ഇൻഫാക്റ്റ് ആ ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവൻച്വലി ഓഫ് കോഴ്സ് അഡ്വർടൈസിങ് സർക്കിളിൽ വിത്തിൻ ദ കൺട്രി അല്ലെങ്കിൽ ഗ്ലോബലി ആ സർക്കിളിനുള്ളിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഗ്രേറ്റ് വർക്ക് വന്നാൽ ആരാണ് ചെയ്തതെന്ന് ഗ്ലോബലി. പക്ഷെ ആ സർക്കിളിൻ്റെ ഉള്ളിലേ ഉള്ളൂ. ഇങ്ങനെയുണ്ടോ? അപ്പൊ സിനിമ എല്ലാവരും കൂടിയിട്ടാണ് ഹിറ്റാണെന്ന് തീരുമാനിക്കും അല്ലേ? മീഡിയ തീരുമാനിക്കും, കാണുന്നു. അങ്ങനെ ഉണ്ടോ അഡ്വർടൈസ്മെന്റിൽ ഹിറ്റാവുന്ന? അങ്ങനെയാണോ അതിന്റെ ഒരു? പിന്നെ കാര്യം ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സിനിമ പോലെ തന്നെ നന്നായി വരിക എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ ചിലപ്പം ഒത്തുവരുന്ന കുറേ കാര്യങ്ങൾ. അതിൻ്റെ മ്യൂസിക് നന്നായി വരുന്നു, അതിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റായി, പെർഫോമൻസ് അഗ്രഹമായി, ലാൻഡിങ് ലൈൻ നമ്മൾ വന്ന് അവസാനം ഹാപ്പി ടു ഹെൽപ്പ് എന്ന് പറയുന്നൊരു ലാൻഡിങ് ലൈൻ, അതിനൊരു പോസിറ്റിവിറ്റി. ഓരോ സമയത്തും ഫിലിം തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നു, ഓ ഗോഡ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ എന്നിട്ട് ഓ മാൻ ആൻഡ് ദെൻ ഒരു ഹൈയിൽ വന്നിട്ട് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്യുക. ആ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് താങ്ക് യു മോം എന്ന് പറഞ്ഞിട്ട് സാധനം വരും. അപ്പോൾ ബ്രാൻഡിങ് വരും, കാണാൻ തോന്നുന്നു, അയക്കുന്നു എന്നൊക്കെ പറയുന്ന സിനിമ പോലെയാണ് സത്യത്തിൽ. പക്ഷെ ആ ഫോർമാറ്റ് ഇന്നും എനിക്ക് ആ ഫോർമാറ്റുമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് വിട്ടിട്ടില്ല. എത്ര വർഷമായെന്നറിയാം. കാര്യം എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ഇനിയും ചെയ്യാനുണ്ട് എന്നൊരു ഫീലിംഗ്. പക്ഷെ ഒബ്വിയസ്ലി ധാരാളം ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. നമ്മളെ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്തു പോകുന്ന അവസ്ഥകളിൽ ഇൻഫാക്റ്റ് വളരെ കുറച്ച് മിനിമൽ ആൾക്കാർ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലാണ് എനിക്ക് ഏറ്റവും താല്പര്യം. കാര്യം ആ 3-4-5 പേരുടെ ഡിസിഷനാണിത്, ഇൻക്ലൂഡിങ് മീ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ബ്രാൻഡ്, പണം മുടക്കുന്നവർ, ബ്രാൻഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള 3-4 പേരിൽ നിന്നാണ് എപ്പോഴും എനിക്ക് ഹൈ. കാര്യം നമ്മൾ ശരിക്കും ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹ്യൂമങ്കസ് എമൗണ്ട് ഓഫ് റിസ്ക് നമ്മൾ എടുക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം ഈ റിസ്ക് എടുക്കുന്നത് 2 കാര്യങ്ങളിലാണ്. നമ്മളെപ്പോഴും ഒരു ബ്രാൻഡിനെ മേളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഓൾ ദ ടൈം ആ സെറ്റിലായി നന്നായി പോകുമ്പോഴത്തേക്കും വി ഷുഡ് ട്രൈ ആൻഡ് മച്ച് ബിഗർ ഗെയിം ടു ലിഫ്റ്റ് ദ ബ്രാൻഡ്. നമ്മൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അത് നടന്നു പോകും ആ ബിസിനസ്. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഒരു സ്ട്രോക്ക് ഒരു സമയത്ത് കൂടുമ്പോൾ ഇറ്റ് ലിഫ്റ്റ് ഇറ്റ് അഗൈൻ. അതിൻ്റെ റിസ്ക് അത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് അടിഞ്ഞു പോകാനും ചാൻസ്. ബ്ലാക്ക്ബെറി ബോയ്സ് അല്ലെ, അങ്ങനെ ഒരു റവല്യൂഷൻ, ഒരു ബ്രാൻഡിനെ തലകീഴായിട്ട് പുതുതാക്കി മാറ്റിയ ഒരു കേസ് സ്റ്റഡി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള വേറെ ലെവലിൽ പോയ കാര്യം. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാര്യം ബ്ലാക്ക്ബെറി അന്ന് ഉപയോഗിക്കുന്നത് കോർപ്പറേറ്റുകളാണ്.